നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൃത്യമായ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് പഴുതടച്ച പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വലിയൊരു വിലപിക്കൽ പോസ്റ്റുമായി വന്നിട്ടുണ്ട്. ഈ ബജറ്റിൽ പൊതുവിദ്യാഭ്യാസ മേഖലയോട് കടുത്ത അവഗണനയാണ്. ഞങ്ങൾ കൊണ്ടുവന്ന വിദ്യാകിരണവും AI ക്ലാസ് റൂമുകളും ഇൻഷുറൻസും ഒക്കെ ഈ ബജറ്റ് തഴഞ്ഞുവെന്നാണ് ശിവൻകുട്ടിയുടെ PR ഏജൻസികൾ എഴുതി തയ്യാറാക്കിയ പോസ്റ്റിൽ പറയുന്നത്. അല്ല ശിവൻകുട്ടി സാറേ, സമൂഹ മാധ്യമത്തിൽ ഈ വലിയ വാക്കുകൾക്കപ്പുറം നിങ്ങളുടെ ഭരണകാലത്ത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്തായിരുന്നു? ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കും അധ്യാപകർക്കും ഒക്കെ അത് കൃത്യമായി അറിയാം. കടലാസിൽ മാത്രം പദ്ധതികൾ പ്രഖ്യാപിച്ച് കോടികളുടെ ബാധ്യത വരുത്തിവെച്ച നിങ്ങളുടെ ആ പഴയ കള്ളക്കളി ശൈലിയല്ല, മറിച്ച് കൃത്യമായി ട്രഷറിയിൽ ഫണ്ട് ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രായോഗികമായ വിദ്യാഭ്യാസ പ്രവർത്തനമാണ് അല്ലെങ്കിൽ വികസനമാണ് വി.ഡി. സതീശൻ ബജറ്റിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ശിവൻകുട്ടി സാർ പറയുന്ന ദേശീയ 1ാം സ്ഥാനത്തിന്റെ യഥാർത്ഥ ബാക്കിപത്രം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. സ്കൂളുകളിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ സ്വന്തം പോക്കറ്റിൽ നിന്നും സ്വർണം പണയം വെച്ചും കാശിറക്കി ഒടുവിൽ കോടികളുടെ കടബാധ്യത വന്ന് ആത്മഹത്യാ വക്കിലെത്തിയ നൂറുകണക്കിന് സ്കൂൾ ഹെഡ് മാസ്റ്റർമാരുടെ കണ്ണീര് വീണ മണ്ണാണ് കേരളം. മാസങ്ങളോളം ഉച്ചഭക്ഷണ ഫണ്ട് നൽകാതെ ഹെഡ് മാസ്റ്റർമാരെ തെരുവിൽ സമരമിരുത്തിയവരാണിപ്പോൾ വിദ്യാഭ്യാസ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. അതുമാത്രമാണോ, മാസങ്ങളോളം ശമ്പളം കിട്ടാതെ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്ന ഗസ്റ്റ് അധ്യാപകരുടെ അവസ്ഥ താങ്കൾ മറന്നുപോയോ? UDFന്റെ പുതിയ ബജറ്റ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ ഭരണകാലത്തുണ്ടായ ഈ സാമ്പത്തിക അരാജകത്വം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ്. അധ്യാപകർക്ക് കൃത്യമായ വേതനവും ആനുകൂല്യങ്ങളും സമയബന്ധിതമായ ട്രഷറിയിലൂടെ ഉറപ്പാക്കാനുള്ള കൃത്യമായ ഫണ്ട് അലോക്കേഷനാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. വാചക കസർത്തല്ല, പ്രവൃത്തിയാണ് വികസനമെന്ന് UDF തെളിയിച്ചിരിക്കുകയാണ്. അടുത്തത് വിദ്യാകിരണം എന്ന പേരിൽ വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് നടത്തിയ ഇവന്റ് മാനേജ്മെന്റ് നാടകങ്ങളാണ്. കിഫ്ബിയുടെ പേരിൽ കോടികൾ കടമെടുത്ത് സ്കൂൾ കെട്ടിടങ്ങൾക്ക് പുറമെ പെയിന്റ് അടിച്ചതിനെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന് വിശ്വസിപ്പിച്ച നിങ്ങളുടെ പൊള്ളയായ രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞു. AI ക്യാമറ വെച്ച് റോഡിൽ ജനങ്ങളെ കൊള്ളയടിച്ചതല്ലാതെ സ്കൂളുകളിൽ എന്ത് യഥാർത്ഥ നിർമ്മിത ബുദ്ധിയാണ് നിങ്ങൾ കൊണ്ടുവന്നത്? സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ പേരിൽ വൻകിട കമ്പനികളിൽ നിന്ന് കുറച്ച് TVകൾ വാങ്ങി വെച്ചതാണോ ഡിജിറ്റൽ വിദ്യാഭ്യാസം? അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും നിരന്തര ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും അധ്യാപകർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഡിജിറ്റൽ പരിശീലനവും ഉറപ്പാക്കുന്ന കൃത്യമായ തുകയാണ് പുതിയ ബജറ്റിൽ കോൺഗ്രസ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ഇൻഷുറൻസിന്റെയും മറ്റു പദ്ധതികളുടെയും കണക്ക് പറഞ്ഞ് വിലപിക്കുന്നതിന് മുൻപ് ഒരൊറ്റ ചോദ്യത്തിന് മാത്രം ശിവൻകുട്ടി മറുപടി പറയണം. കഴിഞ്ഞ നിങ്ങളുടെ ഭരണത്തിൽ വാചാലമായി പ്രഖ്യാപിച്ച സ്കൂൾ വികസന പദ്ധതികളിൽ എത്ര എണ്ണത്തിന് കോൺട്രാക്ടർമാർക്കും കമ്പ്യൂട്ടർ വിതരണക്കാർക്കും നിങ്ങൾ കൃത്യമായി പണം നൽകി തീർത്തിട്ടുണ്ട്? കടം കയറി മുടിഞ്ഞുപോയ ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തെയാണ് നിങ്ങൾ പുതിയ സർക്കാരിന് കൈമാറിയത്. വെറും വാചകമടി കൊണ്ടോ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൊണ്ടോ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന വലിയ തിരിച്ചറിവാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ബജറ്റ്. പണം കൃത്യമായി ട്രഷറിയിൽ വകയിരുത്തി സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കൂടി അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താനുള്ള മാസ്റ്റർ പ്ലാനാണ് ഈ ബജറ്റിലുള്ളത്. അതുകൊണ്ട് പാർട്ടി ഓഫീസിൽ നിന്നിറക്കുന്ന നിങ്ങളുടെ പഴയ PR ക്യാപ്സ്യൂളുകളൊക്കെ ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവയാണെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇത് യാഥാർത്ഥ്യങ്ങളുടെയും കൃത്യമായ അക്കൗണ്ടുകളുടെയും കണക്ക് പുസ്തകമാണ്. ഇവിടെ നിങ്ങളുടെ വ്യാജ അവകാശവാദങ്ങൾക്കും ഫ്ലെക്സ് ബോർഡ് നാടകങ്ങൾക്കും യാതൊരുവിധ പ്രസക്തിയുമില്ല. കടക്കണിയിലായ സ്കൂളുകളെയും അധ്യാപകരെയും കൈപിടിച്ചുയർത്തി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് നയിക്കുന്ന പുതിയ UDF സർക്കാരിന്റെ ഈ സുതാര്യമായ ബജറ്റ് നയത്തിന് പൊതുസമൂഹം മികച്ച പിന്തുണയാണ് നൽകുന്നത്.